പഴയകാല ട്രഷറർ തന്നെയാണ് നിങ്ങളോടും സംസാരിക്കുന്നത്. ഞാനിവിടെ വന്നത് വളരെ പഴയകാലത്തുള്ളൊരു പ്രവർത്തകനാണ്. പുതിയ പ്രവർത്തകരെയൊക്കെ കാണുന്നത് തന്നെ സന്തോഷമാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓടിപ്പടച്ചെന്ന് വന്നത്. ഇന്ന് അവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നൊരു സെമിനാർ നടക്കുകയാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി തുഷാർ ഗാന്ധി വന്ന് പ്രശംസിക്കുന്ന ഒരു വലിയ സെമിനാർ നടക്കുന്നു. എങ്കിലും ഇന്നിവിടെ വിനു പറഞ്ഞപ്പോൾ ഇവിടെ വരണം എന്നെനിക്ക് തോന്നി. അങ്ങനെ വന്നതാണ്. കുറേ കാലമായി സംഘടനാപരമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ട്രഷറർമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടനയുടെ ആർക്കിടെക്ട്സ് ആണെന്ന് ഞാൻ പറയും. സംഘടന നിലനിൽക്കണമെങ്കിൽ ഈ ആർക്കിടെക്ട്സ് നന്നായിട്ട് പ്രവർത്തിച്ചാലേ മതിയാവും. അതുകൊണ്ട് തന്നെ ട്രഷറർ എന്ന് പറയുന്ന ആ സ്ഥാനം, അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി, അതിനുള്ളൊരു മെത്തഡോളജി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പറ്റിയും ഒരല്പസ്വല്പം, ഞാൻ ആ ചരിത്രം മുഴുവൻ പറയാനല്ല ഉദ്ദേശിക്കുക, ചില എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആലോചിക്കുകയാണ്. പരിഷത്ത് എന്ന് പറയുന്ന 62 വർഷത്തിൽ കൂടുതൽ പ്രായമായി. നിങ്ങൾക്കറിയാവുന്ന പോലെ 1962 സെപ്റ്റംബർ 10 രൂപം കൊണ്ടതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 62 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ 62 വർഷത്തിനകത്ത് ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടായി, ഏത് ഡയറക്ഷനിലുണ്ടായി, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, പുസ്തകങ്ങൾ വായിച്ചു കാണും. എങ്കിലും ഞാൻ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിഷത്തിന്റെ വളർച്ച 1962 30 താഴെ അംഗത്വം ഉണ്ടായിരുന്ന ഒരു സംഘം 70,000 അംഗത്വമുള്ള ഒരു സംഘമായി മാറി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു കാര്യം. 30 താഴെയായിരുന്നു അന്ന് അംഗസംഘം. ആ 30 തന്നെ 15 വരെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ, അവർ ശാസ്ത്ര എഴുത്തുകാരായിരുന്നു. അത് ഇന്ന് 70,000 മാറിയിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് നമുക്ക് 140 മേഖലകൾ, 1400-ലധികം യൂണിറ്റുകളുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ശാസ്ത്രപ്രസ്ഥാനം എന്നാണ് അന്ന് പേര് കൊടുത്തിരുന്നത്. അതൊരു ജനകീയ ശാസ്ത്രപ്രസ്ഥാനമായിട്ട് മാറി. അതിവിടെ മാത്രമല്ല, അതിൻ്റെ ബ്രാഞ്ചസ് ഓൾ ഓവർ ദി കൺട്രി, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും അത് കൊണ്ടുപോകാൻ സാധിച്ചു. കാരണം ശാസ്ത്രബോധം ജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് എന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആളുകൾ വരാൻ തുടങ്ങിയത്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1976 ഉണ്ടാക്കിയ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ എന്നൊരു ചാപ്റ്റർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 51A(H) എന്ന് പറയുന്നത് ശാസ്ത്രബോധം ജനങ്ങൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യൻ പൗരന്റെ കടമയാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന 1976 ഉള്ളൂ. നമ്മൾ 1962 ഈ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. 14 വർഷത്തിന് മുൻപ് തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ആ പ്രവർത്തന രീതിയാണ് 14 വർഷം കഴിഞ്ഞ ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അജണ്ടയായിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ 51A(H) അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശാസ്ത്രബോധം ഉണ്ടാക്കുക, സമൂഹത്തിനെ നോക്കിക്കാണുന്നത് തന്നെ ശാസ്ത്രബോധത്തോടെ ആയിരിക്കണം എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണാധികാരികൾ ഉൾപ്പെടെ പല ആളുകളും ശാസ്ത്രബോധം ഇല്ലാത്തവരാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ പ്രവർത്തനം അന്ന് മുതൽ നമ്മൾ ആരംഭിച്ചതാണ്. അങ്ങനെ കൊണ്ടുവന്ന ആ പ്രസ്ഥാനം ഇന്ന് വളർന്ന് വലുതായിട്ടുണ്ട്. ഈ പ്രസ്ഥാനം വളർന്നു വരുന്നതിന് ആദ്യകാലത്ത് വെറും ശാസ്ത്രപ്രചാരകരും ശാസ്ത്ര എഴുത്തുകാരും മാത്രമായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ശാസ്ത്രബോധം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അംഗത്വം എടുക്കാം എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് വളരെ വികസിച്ചത്. ഇതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന രീതിയിലും മാറ്റം വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് ശാസ്ത്രബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പരിമിതമായ സ്ഥലങ്ങൾ മാത്രമായിരുന്നു. കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം, ഈ 4 കേന്ദ്രങ്ങൾ വെച്ചിട്ടാണ് കുറേയെങ്കിലും ആളുകളുമായിട്ട് സംവദനം നടത്തിയിട്ടുണ്ട്. അന്ന് സംവദിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം സംഘടനയ്ക്ക് വേറെ വരവൊന്നുമില്ല. അത് അടിവരയിട്ട് ഞാൻ പറയും. നമ്മൾ ട്രഷർമാരാണ് ഇരിക്കുന്നത്. അന്ന് സംഘടനയ്ക്ക് ഒരു വരവുമില്ല. ആകെ അംഗത്വം കിട്ടുന്ന തുക എത്രയുണ്ടോ അതിൽ വയ്ക്കും. അതിൽ നിന്നാണ് ചിലവ്. അതിനൊരു ഉദാഹരണമാണെങ്കിൽ 1962-63 NV കൃഷ്ണവാര്യർ പരിഷത്തിന്റെ ആ വർഷത്തിൽ തന്നെ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി വാർഷിക കണക്ക് അവതരിപ്പിച്ചു.
3324 രൂപയാണ് വരവ്, 3030 രൂപ ചെലവ്, ബാക്കി നീക്കിയിരിപ്പുണ്ട്. കൃത്യമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് അവതരിപ്പിക്കാൻ എനിക്കൊരു വിഷമമില്ല, കാരണം നമ്മുടെ വരവ് അത്രയേ ഉള്ളൂ. പക്ഷേ ആ വരവ് വച്ചിട്ട് കൃത്യമായിട്ട് ആ കണക്ക് അംഗങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ 62-63 മുതൽ തന്നെ കണക്ക് അവതരിപ്പിക്കും. അത് ട്രഷറല്ല അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുക, പിന്നെ ഇതിൻ്റെ ട്രഷറുടെ പണി ചെയ്തിരുന്നെല്ലാം ജനറൽ സെക്രട്ടറിമാരാണ് അവർ. കാരണം കൂടുതലില്ല, എഴുതാനൊന്നും ഇല്ലല്ലോ, കിട്ടുന്നതൊന്നും കണക്കെഴുതി വയ്ക്കും. കൃത്യത ഉണ്ടായിരുന്നു അതിനകത്ത്. ആരെപ്പോൾ ചോദിച്ചാലും എടുത്ത് കാണിക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു. അന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു, നമ്മുടെ സംഘടന ഒരു NGO ആണ്. എന്താണെന്ന് അറിയാമല്ലോ NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ ആയിരക്കണക്കിന് NGOs ഉണ്ട്. ആ NGOs ഒക്കെ എങ്ങനെ പ്രവർത്തനം നടത്തുക? ഏതെങ്കിലും ഫണ്ടിങ് ഏജൻസിയിൽ നിന്ന് വൻ തുകകൾ ഫണ്ട് വാങ്ങി അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം ശമ്പളം നൽകി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് NGO. അപ്പോൾ ആദ്യമൊക്കെ പരിഷത്തും NGO ആണെന്ന് പറയുമായിരുന്നു. പരിഷത്ത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ തന്നെയാണ്, NGO തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു സംഘടനയിൽ നിന്നും ഒരു നയാപൈസ വാങ്ങിച്ചിട്ടല്ല ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഇതിൻ്റെ മാധ്യമം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുക എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ചർച്ചകൾ, സെമിനാറുകളൊക്കെ നടക്കും. പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് വന്നെടുപ്പോൾ തോന്നി ചർച്ചയും സെമിനാറും മാത്രം പോരാ, നമ്മൾ ഇതിന് ചില സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രബോധം ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കണം. അങ്ങനെ 1966 ആണ് നമ്മുടെ ആദ്യത്തെ ശാസ്ത്ര പ്രസിദ്ധീകരണമായിട്ടുള്ള ശാസ്ത്രഗതി തുടങ്ങും. ഇപ്പോൾ ശാസ്ത്രഗതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 60-ാം വോള്യം. 60 വോള്യമായി എന്ന് വെച്ചാൽ 60 വർഷമായി. ശാസ്ത്ര പ്രസ്ഥാനത്തിന് വേണ്ടി, ശാസ്ത്രം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കണമെന്ന് തോന്നിയപ്പോൾ അന്നത്തെ നമ്മുടെ പ്രമുഖ പ്രവർത്തകരായിരുന്ന ആളുകൾ മാതൃഭൂമി, മനോരമ മുതലായ പത്രങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് പ്രസിദ്ധീകരണം നടക്കാൻ പറ്റും, വേണ്ട മാറ്റർ ഞങ്ങൾ എഴുതിത്തരാം, ഒരു പൈസയ്ക്കും വേണ്ട, ഇത് ജനങ്ങളുടെ എത്തണം, അതിനുവേണ്ടി എല്ലാ മാറ്ററും ഞങ്ങൾ എഴുതിത്തരാം, നിങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി. ആദ്യം മാതൃഭൂമിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ദിവസം സമയം താ. അടുത്ത ദിവസം ചെന്നപ്പോൾ എഡിറ്റർ പറഞ്ഞത് ഇത് വലിയ വിൽപ്പന ചരക്കൊന്നുമല്ല, ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇത് തന്നെയാണ് മനോരമയിൽ നിന്നും കേട്ടത്. അങ്ങനെ കേട്ടപ്പോൾ 10, 20, 25 പ്രവർത്തകർ മാത്രം കൂടിയിരിക്കുന്ന പരിഷത്ത് തീരുമാനിച്ചു ഒരു ശാസ്ത്ര പ്രസിദ്ധീകരണം നമ്മൾ ഈ വാശിക്ക് തുടങ്ങണമെന്നായി. അന്ന് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയെ സമീപിച്ചപ്പോൾ അവർ പരസ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പരസ്യത്തിൽ കിട്ടിയ തുക കൊണ്ടാണ് ശാസ്ത്രഗതി എന്ന് പറയുന്ന ആദ്യത്തെ ശാസ്ത്ര പ്രസിദ്ധീകരണത്തിനുള്ള നമ്മുടെ മാസിക ആരംഭിക്കുന്നത്. അത് ത്രൈമാസികമായിട്ട് തുടങ്ങി, പിന്നെ മാസികയായി, പിന്നെ പലതരത്തിലിങ്ങനെ കൊണ്ടുപോവാണ്. 60 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ശാസ്ത്ര പ്രസിദ്ധീകരണം വേറെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും കാണില്ല. അത് കഴിഞ്ഞ് 66 തുടങ്ങി. അതിൽ ലാഭവും നഷ്ടവും നോക്കിയിട്ടല്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുക, വായിപ്പിക്കാൻ ശ്രമിക്കുക, വിദ്യാർത്ഥികളുടെ എത്തിക്കുക. അങ്ങനെ വന്നപ്പോഴാണ് വിചാരിച്ചത് ഇത് മുതിർന്ന ആളുകൾക്ക് വായിക്കാമെങ്കിൽ കുറച്ചുകൂടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് 1969 ശാസ്ത്ര കേരളം ഉണ്ടാക്കിയത്, രണ്ടാമത്തെ പ്രസിദ്ധീകരണം. ആ ശാസ്ത്ര കേരളവും കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് യുറീക്ക എന്ന് പറയുന്ന 1970 ഉണ്ടാക്കിയത്. ആ 1970 ഉണ്ടാക്കിയ യുറീക്ക കേരളത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുട്ടായിയാണ്, വലിയ സ്വീറ്റായിരുന്നു. അത് വായിച്ച് വളർന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ആൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്കിന്റെ പ്രവർത്തനമായിട്ട് UP-യിൽ ചെന്ന് ഇതുപോലെ ഒരു വേദിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ട് പറഞ്ഞു, മേ ഐ ടോക്ക്, വരണം പറഞ്ഞു, അദ്ദേഹത്തിന് സംസാരിക്കണം. അപ്പോൾ അദ്ദേഹം വന്നു, അവിടെ കയറിയിട്ട് പറഞ്ഞു, ഞാൻ കാസർഗോഡുള്ള ഒരാളാണ്, ഞാൻ ഇവിടുത്തെ കളക്ടറാണ്, പരിഷത്തിന്റെ യുറീക്ക വായിച്ച് വളർന്നവനാണ്, അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പേര് കണ്ടപ്പോൾ ഐ വാസ് അട്രാക്റ്റഡ്, ഞാൻ അങ്ങനെ വന്നതാണ്. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശം. അങ്ങനെ കുഞ്ഞുങ്ങൾ ശാസ്ത്രബോധം ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കത്തിൽ ശാസ്ത്രവിജ്ഞാനം കൊടുക്കാൻ നമ്മുടെ 3 മാസികകളാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴും പരസ്യം വാങ്ങിക്കാനാണ് നമ്മൾ നടത്തുന്നത്. അത് വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരസ്യമില്ലാതെയാണ് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി. അടുത്ത സ്റ്റെപ്പ് ആളുകളോട് നമുക്ക് കൂടുതലായിട്ട് പറയേണ്ടത് ഇതിലല്ല, ജാഥകൾ നടത്താം, ശാസ്ത്രജാഥകൾ നടത്താം എന്ന് പറഞ്ഞു. അന്നും കേരളത്തിൽ ആ തരത്തിൽ വലിയ
പതിവില്ലാത്ത തരത്തിലുള്ള ശാസ്ത്രജാഥകളാണ് നടത്തിയത്. ആ ശാസ്ത്രജാഥകൾ കേരളത്തിൽ നടത്തിയതിൽ എല്ലാ ജാഥ പറ്റി ഞാൻ പറയുന്നില്ല, നാട്ടുംപുറങ്ങളിൽ പോലും ശാസ്ത്രജാഥകൾ പോയി. അന്നുണ്ടായിരുന്ന പ്രവർത്തകർ കൂട്ടം കൂടി 10 പേര് കാണും, 20 പേര് കാണും, 25 പേര് കാണും, ഒരു പ്രദേശത്ത് ജാഥകൾ നടത്തുന്നത്. അങ്ങനെ വന്നതിന് ശേഷമാണ് സംസ്ഥാന വ്യാപകമായി ഒരു ജാഥ നടത്തിയത്. ശാസ്ത്ര സാംസ്കാരിക ജാഥ എന്ന് പറയുന്ന ജാഥ 1976 നമ്മൾ നടത്തി. ആ ശാസ്ത്ര സാംസ്കാരിക ജാഥ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരിഷത്തിന്റെ പ്രവർത്തന രീതിയിലും അതിൻ്റെ പുരോഗതിയിലും ഒരു വലിയ മാറ്റമുണ്ടാക്കുന്ന കാര്യമാണ്. PT ഭാസ്കരപ്പണിക്കരും CG ശാന്തകുമാറും ഒക്കെ അതിൽ അംഗങ്ങളായിരുന്നു. CG ശാന്തകുമാർ അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ആ ജാഥ 37 ദിവസം കൊണ്ട് 1976 ഒക്ടോബർ 2 തുടങ്ങി നവംബർ 7 തിരുവനന്തപുരത്ത് സമാപിച്ചതാണ്. അത് കണ്ണൂരിൽ നിന്ന് തുടങ്ങിയതാണ്. ആ ജാഥ തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുകയാണ്. 37 ദിവസം ഉണ്ടായിരുന്നു. ആ ജാഥ വരുന്ന അവസരത്തിൽ ഓരോ സ്ഥലങ്ങളിലും ജനങ്ങളോട് ശാസ്ത്രത്തെപ്പറ്റി, ശാസ്ത്രബോധം ഉണ്ടാകുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒക്കെ ജനങ്ങളോട് സംസാരിച്ചാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് ആ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയാണ് അന്ന് അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യാൻ. അവിടെ വരുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ശാസ്ത്ര സാംസ്കാരിക ജാഥ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആർഭാടമുണ്ടോ? അദ്ദേഹം നോക്കുമ്പോൾ ആ തെരുവിൽ മുഴുവൻ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ജാഥയെ സ്വീകരിക്കാം. നമുക്ക് ഇന്നും സ്വപ്നം കാണാൻ കഴിയില്ല. വന്ന വഴിയിൽ ജനങ്ങളുടെ വീടുകളുടെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ചിരിക്കാം. വിജ്ഞാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നതാണ് കണ്ടത്. അവസാനം ആവേശഭരിതനായ മുഖ്യമന്ത്രി സ്റ്റേജിൽ കയറി പറഞ്ഞു, എൻ്റെ ഫണ്ടിൽ നിന്ന് 5000 രൂപ പരിഷത്തിന്റെ പ്രവർത്തനത്തിന് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. സന്തോഷം. അങ്ങനെ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ പോലും ആവേശം കൊള്ളിക്കാൻ അന്ന് നമ്മുടെ ശാസ്ത്രജാഥ. ആ ശാസ്ത്രജാഥ പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ട് പലതരത്തിലുള്ള ജാഥ, പരിസ്ഥിതി സംരക്ഷണമാണെങ്കിലും ശരി, വിദ്യാഭ്യാസമാണെങ്കിലും ശരി, ആരോഗ്യമാണെങ്കിലും ശരി, ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. അത് നമ്മുടെ ആ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിൽ വളരെ ഉണ്ടായി. മൂന്നാമതൊരു പ്രവർത്തനം നമ്മൾ നടത്തിയത് ക്ലാസ്സുകളാണ്. 1976 തന്നെ നമ്മൾ പ്രകൃതി സമൂഹം ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ക്ലാസ് കേരളത്തിൽ നടത്തി. അത് നടത്തിയ അടിയന്തരാവസ്ഥക്കാലത്തിന് മുൻപാണ്. അതിന് തടസ്സമൊന്നുമില്ലായിരുന്നു. അതിനു മുൻപ് ഒരു ശാസ്ത്ര വാരം നടത്തിയിരുന്നു, ചില ക്ലാസ്സുകൾ നടത്തി. ഇത് പ്രകൃതി ശാസ്ത്രം സമൂഹം എന്ന് പറയുന്ന 3 വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അത് ക്ലാസ്സുകളായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോഴാണ് കോളേജ് ലെക്ചറർമാർ, സ്കൂൾ അധ്യാപകർ, ജീവനക്കാർ, പല ആളുകളും ഇതിൽ താല്പര്യമെടുത്തു. അങ്ങനെ 150 ആളുകളെ നമ്മൾ പരിശീലിപ്പിച്ചു. ആ പരിശീലനം കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവർ രംഗത്തേക്ക് അയച്ചത്. അപ്പോൾ അവരോട് പറഞ്ഞു, ഇത് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ ശൈലിയിൽ പറയാൻ നമ്മൾ പഠിക്കണം. അവിടെ ചെന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇഷ്ടമായ പറഞ്ഞിട്ട് പോരാനല്ല. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയണം, എനിക്ക് മനസ്സിലായില്ല, പഠിച്ചിട്ട് പറയാമെന്ന് പറയണം. അതിനുള്ള വിനയം ഉണ്ടാകണം. ഈ ഒരു തരത്തിൽ ആ പ്രകൃതി ശാസ്ത്രം സമൂഹം ക്ലാസ് അതിലൂടെ തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ പുതിയ അംഗങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ക്രമേണ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ആ പ്രകൃതി ശാസ്ത്രം സമൂഹം ക്ലാസ് കഴിഞ്ഞു. ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ ഈ പറഞ്ഞ ശാസ്ത്ര സാംസ്കാരിക ജാഥ കഴിഞ്ഞു. 1980 അടുത്ത ഒരു മാധ്യമം നമ്മൾ കണ്ടു. ആ മാധ്യമം എന്താ? ശാസ്ത്ര കലാജാഥ. 1980 കാരണം 1976 ശാസ്ത്ര സാംസ്കാരിക ജാഥ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ട്. അവരോട് ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നവരല്ല. കാരണം ഇതിനകത്ത് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നില്ല. എറണാകുളത്ത് വെച്ചൊരു വാർഷികം നടക്കുന്ന അവസരത്തിൽ ഒരു ക്ലാസ് അവിടെ അവതരിപ്പിച്ചു. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നായിരുന്നു ആ ക്ലാസ്. പ്രൊഫസർ PV അപ്പു അദ്ദേഹം എറണാകുളം മഹാരാജ് ഗ്രൗണ്ടിൽ വെച്ച് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ ജാഥയിൽ ആളുകൾ വന്ന് കുറെ പേർ അവിടെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത്. ആ പ്രസംഗം കേട്ട് അതുവഴി പോയ ആളുകളിൽ നിന്ന് കൂടുതൽ ആ പ്രസംഗം തീരുമ്പോൾ ഏതാണ്ട് 2000-3000 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കെമിസ്ട്രി പ്രൊഫസറാണ് അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹം നിത്യജീവിതത്തിലെ രസതന്ത്രം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അടുക്കളയിൽ, കുക്കിങ്ങിൽ, അതിലൊക്കെ ആ ഉപയോഗിക്കുന്ന ശാസ്ത്രത്തിന്റെ രീതികൾ, ശാസ്ത്ര വിജ്ഞാനം, ഇതൊക്കെ അദ്ദേഹം വളരെ വളരെ നാടകീയമായിട്ട് അവിടെ അവതരിപ്പിച്ചു.
ഇത് ആവർത്തിച്ച് ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ആവേശം കൊടുക്കാൻ തക്കവിധത്തിലാണ് ശാസ്ത്രജാഥ 1980 നമ്മൾ കാരണം ശാസ്ത്രജാഥ ഉണ്ടാകാൻ തന്നെ കാരണം നമ്മുടെ കന്നഡ നാട്ടിൽ അവിടെ പ്രസന്ന എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം സാധാരണഗതിയിൽ ജനങ്ങളെ ഉദ്ബോധനം നടത്താൻ വേണ്ടി പല കാര്യങ്ങളും നാടകത്തിലൂടെയും ഈ പറയുന്ന അവതരണത്തിലൂടെ കലാജാഥയിലൂടെ നടത്തുന്നു എന്ന് കണ്ട് നമ്മുടെ ആളുകൾ അവിടെ പോയി കാര്യങ്ങൾ പഠിക്കാനും വളരെ സമയമെടുത്ത് പഠിച്ചതിന് ശേഷമാണ് കേരളത്തിനകത്ത് ആദ്യമായിട്ടൊരു കലാജാഥ, ശാസ്ത്രകലാജാഥ രൂപം കൊടുത്തു. അത് 1980 തുടങ്ങി. അത് ഒക്ടോബർ 2 മുതൽ നവംബർ 7 വരെ ചേർന്ന 37 ദിവസം തന്നെയാണ്. ആ ദിവസങ്ങളിൽ ശാസ്ത്രകലാജാഥ കേരളത്തിൽ നടത്തി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിഷത്തിന്റെ മുന്നോട്ട് പോക്കിന് ഒരു വലിയ സ്റ്റെപ്പായി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ സഹായിച്ച ഒരു പ്രവർത്തനമാണത്. ആ പ്രവർത്തനം എല്ലാ വർഷവും തുടരണം എന്ന് അവസാനം എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ നമുക്കറിയാം 1980 മുതൽ നിരന്തരമായിട്ട് എല്ലാ വർഷവും ശാസ്ത്രപ്രചാരണം നമ്മൾ നടത്തി. അത് നടത്തിയ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായമാകുന്ന തരത്തിലാണ് നമ്മളത് ചെയ്തത്. ഇതോടൊപ്പം നമുക്ക് ഇതിനകം വച്ച് ഒരു പുതിയ സോഴ്സ് ഓഫ് ഇൻകം, ഒരു ആദായം കിട്ടുന്ന ഒരു പ്രവർത്തനം നമ്മൾ കണ്ടെത്തി. അതെന്താണെന്ന് അറിയാമല്ലോ? ബുക്ക് പ്രസിദ്ധീകരണം, പുസ്തക പ്രസിദ്ധീകരണം. 1977 ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുസ്തക പ്രസിദ്ധീകരണ രംഗത്തിരിക്കുന്നത്. കാരണം അന്ന് വരെ നമുക്ക് സോഴ്സ് കിട്ടുന്ന അല്ലെങ്കിൽ ആദായം കിട്ടുന്ന ഒരു പ്രവർത്തനവും നമുക്കുണ്ടായിരുന്നില്ല. നമ്മുടെ അംഗങ്ങൾ കൊടുക്കുന്ന അംഗസംഖ്യ, ആ അംഗത്വം തുക എത്രയുണ്ടോ അതല്ലാതെ വേറൊന്നുമില്ല. ബാക്കി യാത്രയ്ക്ക്, മറ്റേ ആഹാരത്തിന് എല്ലാം പോകുന്ന പ്രവർത്തകർ സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ചിലവാക്കിക്കൊണ്ട് തന്നെയാണ് പോരുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ കാലഘട്ടത്തിൽ നമുക്കൊരു വരവും ഉണ്ടായിരുന്നില്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ചിലവ് എങ്ങനെ കുറയ്ക്കാമെന്ന്. വരവില്ലല്ലോ. അപ്പോൾ അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ടോ നമ്മൾ അതെല്ലാം ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. അന്ന് ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക രംഗത്തിനെ പറ്റി ധാരണയുള്ള നമ്മുടെ ആളുകൾ അന്ന് ആലോചിച്ചത് എങ്ങനെ ചിലവ് കുറയ്ക്കാം, എന്തെങ്കിലും വരവുണ്ടാക്കാൻ. അത് അധാർമികമായ ഒരു വരവും നമുക്ക് പാടില്ല. അപ്പോൾ വരവ് കുറയും, അതേസമയം ചെലവ് കുറയ്ക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി. നമ്മുടെ സകല പ്രവർത്തനങ്ങളിലും, പരിഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞ മിതമായ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തരത്തിൽ ആ ചെലവ് നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഞാൻ അതിലേക്ക് പിന്നെ വരാം. 1980 നമ്മുടെ ശാസ്ത്രകലാജാഥ തുടങ്ങി. അത് മുന്നോട്ട് പ്രയാണം ചെയ്തു. ആ ശാസ്ത്രകലാജാഥയിലൂടെയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന അനവധി പ്രശ്നങ്ങൾ അതിനകത്തൂടെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ആരോഗ്യരംഗമാണെങ്കിലും വിദ്യാഭ്യാസ രംഗമാണെങ്കിലും നമ്മുടെ ക്രിറ്റിസിസം, നമ്മുടെ വിമർശനം, നമ്മുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഈ കലാജാഥയിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. അത് സാധാരണഗതിയിൽ പുസ്തകം വായിച്ചോ ഒരു പ്രസംഗം കേട്ടോ ഒരാളിന് കിട്ടാവുന്ന, സംശയീകരിക്കാവുന്ന അതിനേക്കാൾ എത്രയോ വളരെ ബൃഹത്തായ തരത്തിൽ അവർക്ക് ലഭിക്കുകയും അത് വളരെ ശക്തമായ തരത്തിൽ അവരുടെ മനസ്സ് തുറക്കുകയും അവരെ ചിന്തിപ്പിക്കാൻ, പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അന്ന് ശാസ്ത്രകലാജാഥ ഒരു മാധ്യമമായിട്ട് പല സംഘടനകളും അംഗീകരിച്ചിട്ടില്ലെങ്കിലും പിന്നീട് വന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ സംഘടനകൾ കലാജാഥ എന്ന് പറയുന്ന ഒരു മാധ്യമം അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയേണ്ട. അങ്ങനെ ആ ശാസ്ത്രകലാജാഥ 80 കഴിഞ്ഞ ശാസ്ത്രകലാജാഥയിലൂടെയും ഉള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ സമയത്താണ് 1977 പുസ്തക പ്രസിദ്ധീകരണം നമ്മൾ ആരംഭിക്കുന്നത്. അത് ആദ്യമായിട്ട് നമ്മൾ പ്രസിദ്ധീകരിച്ച് പ്രീ പബ്ലിക്കേഷൻ കൂടെയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു പ്രശസ്തിയും ഇല്ലാത്ത, ജനങ്ങളുടെ ഇടയിൽ അറിയാത്ത ഒരു പ്രസ്ഥാനം പ്രീ പബ്ലിക്കേഷൻ എമൗണ്ട് ചോദിച്ചാൽ ആളുകൾ തരില്ല. പക്ഷേ അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് നമ്മൾ ചെയ്തത് 10 പുസ്തകം, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള 10 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു പാക്കറ്റ്, അതിനാണ് ഓർഡർ ശേഖരിക്കുക. അത് പല ആളുകളോടും അടുത്തപ്പോൾ നമുക്ക് 8000 പാക്കറ്റ്സിന് ഓർഡർ കിട്ടി. നമ്മൾ ആകെ പ്രതീക്ഷിച്ച 5000. 8000 ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആവേശമായി. അത് 1977 ജനുവരി 1-ാം തീയതി കേരളത്തിലെ 11 സ്ഥലത്ത് വെച്ച് അത് പ്രസിദ്ധീകരണം ആളുകൾക്ക് ആവശ്യപ്പെട്ടവർ കൊടുക്കുക.
ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, കോട്ടയത്ത് DC കിഴക്കേമുറിയാണ് നമ്മുടെ ഈ പുസ്തകം കൊടുക്കാനായിട്ട് വന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ശത്രുവിനെ ജനനം കൊടുക്കുകയാണ്, ഞാൻ ഇതിൽ ജീവിക്കുന്ന ആളാണ്, ഇതൊരു പ്രസ്ഥാനം വന്നിരിക്കുന്നു, അവർ പുസ്തകം കൊണ്ടുവന്ന് എന്നോട് പറയാണ് റിലീസ് ചെയ്യണം. ചെയ്യാതിരിക്കാനോ പോകും, പുസ്തകമല്ലേ, ഞാൻ റിലീസ് ചെയ്യാം, എൻ്റെ നാളത്തെ ഗതി എന്താവുമോ എന്ന് അദ്ദേഹം തമാശ രീതിയിലാണെങ്കിൽ എന്നുള്ള പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, അവർ ഒരു ജില്ലയിലല്ല 11 ജില്ലയും കീഴടക്കുകയാണ്, ഇന്ന് 11 സ്ഥലത്ത് ഈ പ്രസിദ്ധീകരണം നടക്കുകയാണ്. സംഗതി ശരിയാണ്. ആ 8000 ഓർഡേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പരിഷത്തിനൊരു ഊർജ്ജമുണ്ടായി. അടുത്ത സെക്കൻഡ് ഇഷ്യൂ നമ്മൾ 11,000 അടിച്ചു. ആ 11,000 എന്ന് പറയുന്നത് എളുപ്പത്തിന് ജനങ്ങളുടെ ഇടയിൽ വിറ്റഴിക്കാൻ നമുക്ക് സാധിച്ചു. കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ ചെയ്തത് 10 പുസ്തകം കൊടുക്കുമെന്ന് പറഞ്ഞിടത്ത് 11 പുസ്തകം കൊടുത്തു. കാരണം ആളുകൾക്ക് ബോധ്യമുണ്ടാകണം, നമുക്ക് ലാഭത്തിന് വേണ്ടിയല്ല, ജനങ്ങളുടെ ഇടയിലേക്ക്, കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ശാസ്ത്രത്തിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാൻ, ആ ശാസ്ത്ര വിജ്ഞാനം വളർത്താൻ, ഇതിനു വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഇത് എന്ന് ജനങ്ങൾക്ക് അറിവ് കിട്ടത്തക്ക വിധത്തിൽ ആ പ്രവർത്തനത്തെ നമ്മൾ ശക്തമാക്കി. ഇത് പരിഷത്തിന്റെ ആ പ്രവർത്തനം നമുക്കറിയാം. ഇന്ന് ഏതാണ്ട് 1800-ൽ പരം ടൈറ്റിലുകൾ ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ എന്തുകൊണ്ട് ഈ തരത്തിലുള്ള പുസ്തകങ്ങൾ ലക്ഷ കോപ്പികളിൽ അടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് 1 ലക്ഷം കഴിഞ്ഞു. അന്ന് ഇപ്പോഴും ആവശ്യമുണ്ട്. അത് റിവൈസ് ചെയ്ത് കൊടുത്താൽ ആളുകളുണ്ടാവും. എങ്ങനെ ഇങ്ങനെ പലതുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ പരിഷത്തിന്റെ പുസ്തകങ്ങളായിട്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതൊരു വല്ലാത്ത സേവനമായിരുന്നു എന്ന് ഞാൻ പറയും. അത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആദായമാർഗം ഉണ്ടായി തുടങ്ങിയത്. കാരണം അത് ലാഭമല്ല നമ്മുടെ ലക്ഷ്യം. ഈ പുസ്തകം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിന് വേണ്ട ചെലവ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന മുഴുവൻ നമ്മുടെ സംഘടനയ്ക്കാണ്. അതും ഞാൻ അതിലേക്ക് പിന്നെ വരാം. ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ സൈലന്റ് വാലി ഉൾപ്പെടെ വരുന്ന പ്രമുഖ പാരിസ്ഥിതിക കേസുകൾ നമ്മൾ തയ്യാറാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസായി കടക്കില്ല. 1979-80 കാലഘട്ടത്തിൽ സൈലന്റ് വാലി ഇഷ്യൂ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പാരിസ്ഥിതിക പ്രശ്നമായിരുന്നു. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് തന്നെ ഭിന്നത ഉണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നവരുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ നമ്മൾ മുന്നോട്ട് പോയി. നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് വിവിധ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ചിന്താഗതിയുള്ള ആളുകളെ ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നമ്മുടേതാണ് തീരുമാനം. പിന്നെ അതിനെ എതിർക്കാൻ ആർക്കും പറ്റില്ല, അതിനകത്ത് പറ്റില്ല. ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കും, അതൊക്കെ വരും. ഇവർ പോലും അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുമ്പോൾ ഇവർ നിസ്സംഗരായിട്ടിരുന്നിട്ടുണ്ട്. പറഞ്ഞത് പരിഷത്തിൽ തീരുമാനമെടുത്തു. ആ തീരുമാനം എന്താ? പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അന്ന് പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യത്തെപ്പറ്റി ഇത്രയൊന്നും ലോകമെമ്പാടും വിജ്ഞാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അങ്ങനെ ആ രംഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പാരിസ്ഥിതിക രംഗത്തേക്ക് കടന്നു, ആരോഗ്യ രംഗത്തേക്ക് കടന്നു, വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു. ഇത് ഓരോ രംഗം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സംഭാവന, നമ്മൾ നൽകിയിട്ടുള്ള സംഭാവന വളരെ വളരെ വലുതാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനല്ല, ഞാനിത് പറഞ്ഞൊരു ആമുഖമായിട്ട് പറഞ്ഞതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ ലളിതമായി തുടങ്ങി അതൊരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായിട്ട് വളർന്ന് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ 2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. ഒന്ന്, നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രവർത്തന സംസ്കാരം. ആ പ്രവർത്തന സംസ്കാരത്തെ നമ്മൾ സാധാരണ പറയുന്നത് പാരിഷത്തികത. ഇന്നത് ആരും കേട്ട് കാണില്ല, കേട്ടിട്ടുള്ളവർ തന്നെ ചുരുക്കമായി. പാരിഷത്തികത എന്ന് പറഞ്ഞാൽ ചിലർക്ക് വെറുപ്പോട് കേൾക്കുന്നവരും ഉണ്ടാകാം. ഈ പാരിഷത്തികത എന്ന് പറയുന്ന ഒരു ശൈലി, പ്രവർത്തന ശൈലി നമ്മുടെ സംഘടനയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. 1975 ആദ്യമായിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുഖ്യ പ്രവർത്തകരെല്ലാം ചേർന്ന് ഒരു പ്രവർത്തക ക്യാമ്പ് പീച്ചിയിൽ വെച്ച് നടത്തി. തൃശ്ശൂരിലെ പീച്ചിയിൽ വെച്ച് 1975 ആദ്യത്തെ പ്രവർത്തക ക്യാമ്പ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യത്തെ പ്രവർത്തക ക്യാമ്പ് നടത്തുകയുണ്ടായി. ആ ക്യാമ്പിൽ 80 പേരാണ് പങ്കെടുത്തത്. പങ്കെടുത്തു. അന്ന് ആ ക്യാമ്പിൽ പങ്കെടുത്ത 80 പേരെന്ന് പറയുന്നത് പല ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഒരുപാട് സംഭാവനകൾ സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. ഉദാഹരണത്തിന് ഡോക്ടർ എം പി പരമേശ്വരൻ, എം കെ പ്രസാദ്, ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ നമുക്ക് എടുത്തു പറയാം, ഒരുപാട് പേരാണ്. അന്ന് അങ്ങനെയുള്ള ഒരു 80 ആളുകൾ 3 ദിവസം മെയ് 8, 9, 10 തീയതികളിൽ 1975 പീച്ചിയിൽ ആ ക്യാമ്പ് നടക്കുക.
ആ ക്യാമ്പിൽ ഉണ്ടായ ചർച്ച 1975 വരെ പരിഷത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആർക്കും ഒരു സംതൃപ്തി ഉണ്ടായില്ല. ഇതൊന്നും പോരാ, നമുക്ക് മുന്നോട്ട് പോകും, എങ്ങനെ കൊണ്ടുപോകും, അതിനുവേണ്ടിയുള്ള ചർച്ച ആ 3 ദിവസം മുഴുവൻ അവിടെ നടന്നു. ആ ചർച്ച നടക്കുന്ന അവസരത്തിലുണ്ടായ ഒരു ധാരണയും കൂടെ നമ്മുടെ മനസ്സിലുണ്ടാകും. ഒരു വലിപ്പ ചെറുപ്പവുമില്ല, ഏത് സ്ഥാനമാനങ്ങളുള്ള ആളാണെങ്കിലും പരിഷത്ത് മെമ്പർ എന്നുള്ളതിനപ്പുറം ആർക്കുമില്ല. അവിടെ ഈ 3 ദിവസവും പായുണ്ട്, അത് വിരിച്ച് കിടന്നു പോകണം തറയിൽ. അവിടെ കുളിക്കാൻ വെള്ളം കിട്ടും, അങ്ങോട്ട് പോകണുക. വേറെ ഇതിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അതൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഈ 80 ആളുകൾ യാതൊരു വ്യത്യാസവുമില്ലാതെ സ്വതന്ത്രമായി അവരുടെ അഭിപ്രായവും ചിന്തകളും പങ്കുവെച്ചുകൊണ്ട് 3 ദിവസം അവിടെ കഴിഞ്ഞു. ആ 3 ദിവസം കഴിഞ്ഞ പരിഷത്ത് ക്യാമ്പിനെ പറ്റി പിന്നീട് അതിൽ പങ്കെടുത്ത പല ആളുകളും ചിന്തിക്കുമ്പോൾ തന്നെ അവരെ കണ്ണു നിറയും. അവിടെ ഉണ്ടായൊരു പ്രത്യേകത, ഈ 80 ആളുകളും തമ്മിലുണ്ടായ ഒരു ആത്മബന്ധമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സ്വാഭാവികമായിട്ട് ഒരു വിശേഷവും ഇല്ലാതെ ഞാൻ പറയുന്നു, സ്വന്തം കുടുംബ അംഗങ്ങളെപ്പോലെ ഈ 80 ആളുകളും ഒത്തൊരുമിച്ച് പെരുമാറിപ്പോകും. അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു വെച്ചാൽ അവിടെ ഒരു തീരുമാനമായി, നമ്മുടെ പ്രവർത്തനത്തിലെല്ലാം ഈ തരത്തിലുള്ള ആത്മബന്ധം ഉണ്ടാക്കാനും വളരെ വിനയത്തോടെ ജനങ്ങളെ സമീപിക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളെ സമീപിച്ചിട്ട് അവരുടെ സഹായം വാങ്ങിച്ച് അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കാനൊക്കെയാണ്. ആ വിനയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദർശിക്കണം. നമ്മുടെ ആത്മബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അന്ന് പറയാറുണ്ട്, ഒരാളിന് മറ്റൊരാളിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത സ്നേഹമാണ്. കലർപ്പില്ലാത്ത സ്നേഹമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ഇടപാടും വേണ്ട, ആ സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴാണ് ആത്മബന്ധം ഉണ്ടാകുന്നത്. പരിഷത്തിൻ്റെ ആത്മബന്ധം, പരിഷത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം കുടുംബ ബന്ധത്തിനേക്കാൾ കൂടുതൽ, നമ്മൾ പറയാറുണ്ട് രക്തബന്ധത്തിനേക്കാൾ കൂടുതൽ ആത്മബന്ധം ഉണ്ടായിട്ടുള്ള പരിഷത്തിൻ്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയും. അക്കാലങ്ങളിൽ നമ്മുടെ വടക്കോട്ടൊക്കെ പോകുന്ന അവസരത്തിൽ, മലബാർ ഏരിയയിലൊക്കെ ചെല്ലുന്ന അവസരത്തിൽ സഞ്ചിക്കാരൻ വരുന്നതാണ്, ഒരു സഞ്ചിക്കാരൻ വേറെ സഞ്ചിക്കാരനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹമുണ്ട്. ജീവിതത്തിലെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ പാലക്കാട് പോകാനായിട്ട് ആ തൃശ്ശൂർ പാലക്കാട് ചുരമുണ്ടല്ലോ, അവിടെ ഒരു ദിവസം രാത്രി 7:30 മണിക്ക് ഞാൻ ചെന്ന് വിട്ടു. അതിനടുത്തൊരു സ്കൂളിൽ വെച്ചൊരു ക്യാമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 6 മണിക്ക് എത്തുന്ന ബസ്സിൽ കയറിയതാണ്. അവിടെ എത്തിയപ്പോൾ 7:30 കഴിഞ്ഞു. അവിടെയൊക്കെ ഇരുട്ടാണ്. എന്നവിടെ പിടിച്ചുപറിയോ ആരോ ഒരാളുണ്ട്, അയാൾ തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങോട്ട് പോകണമെന്ന് ഓർത്തില്ല, നമ്മളെ ആയുള്ള ഈ ഒരു സഞ്ചിയാണ്. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് കണ്ടു. അയാളുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു കടക്കാരൻ. ഞാൻ ചോദിച്ചു, ഈ സ്കൂൾ എവിടെയാണ്? അപ്പം അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, സഞ്ചിക്കാരനാ? ഞാൻ പറഞ്ഞു അതെ. എടാ വേലായതാ? ആരാ? അയാളുടെ മകനാണ്. എടാ ഒരു സഞ്ചിക്കാരൻ വന്നിരിക്കുന്നു, അവനും സഞ്ചിക്കാരനാണ്. സത്യം പറഞ്ഞാൽ അന്ന് ആ രാത്രിയിൽ അവൻ ചൂട്ടുകെട്ടി അവൻ എൻ്റെ കൂടെ വന്നിട്ടാണ് ആ സ്കൂളിൽ കൊണ്ടാക്കിയത്. ഞാൻ മറക്കില്ല. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് ഒരുപാട് നമുക്ക് പറയാൻ കഴിയും. ഞാൻ അതിലേക്ക് കടക്കല്ല. അതായിരുന്നു അന്നത്തെ ബന്ധം, ആത്മബന്ധം എന്ന് ഞാൻ പറയാൻ കാരണമാണ്. ആ ആത്മബന്ധത്തിൽ നമുക്ക് പറയും കലർപ്പില്ലാത്ത സ്നേഹമാണ്. ആ തരത്തിൽ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത, വിനയം, ഈഗോ, ഞാനെന്ന ഭാവം ഇല്ലായ്മ, അഹങ്കാരമില്ലായ്മ, ഇങ്ങനെ ഒരുപാട് 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 നമുക്ക് പറയാൻ കഴിയും. ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ല മനുഷ്യ ജീവി ഉണ്ടാകണമെങ്കിൽ അവർക്ക് എന്തെല്ലാം ക്വാളിറ്റി വേണം, ആ ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. 100% പാരിഷത്യമുള്ള ആരും ഇല്ല എന്നുള്ള സങ്കല്പം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ അതിലേക്കുള്ള പ്രയാണം വളരെ പ്രധാനമാണ്. നമ്മൾ ആരോടെങ്കിലും, അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തക പ്രചരണം നടത്തുന്നു. ഈ പുസ്തക പ്രചരണം നടത്തുന്ന ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണല്ലോ. പക്ഷേ നിങ്ങൾ സമീപിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ സമീപന രീതി വളരെ പ്രധാനമാണ്. ഈ പുസ്തകവും കൊണ്ട് അന്നത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു, അറിയാമെന്ന് എനിക്കറിയില്ല. പുസ്തകം ചുമന്നുകൊണ്ട് പോകുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന 10 പുസ്തകം കാണും. ഈ പുസ്തകം വായിച്ചിരിക്കണം എന്നുകൂടെ അടിവരയിട്ട് പറയുമായിരുന്നു നേരത്തെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പുസ്തകം എടുത്തു. അപ്പോൾ അവർ ചോദിക്കും, എന്താ ഇത്? അതിൻ്റെ ഉള്ളടക്കം പറയാൻ നമുക്ക് കഴിയണം. എന്ന് വെച്ചാൽ ആ തരത്തിലെങ്കിലും നമ്മൾ വായിക്കുമായിരുന്നു. പുസ്തകം വായിക്കുക എന്നുള്ളതിൻ്റെ ശീലം നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രവർത്തനം വളരെ സഹായിച്ചിട്ടുണ്ട്. 8, 10, 12 പുസ്തകങ്ങളുമായിട്ട് ഒരിടത്ത് ചെന്നാൽ നമ്മൾ അവിടെ ചെന്നു, അവര് പുസ്തകം വാങ്ങുന്നില്ല എന്നിരിക്കട്ടെ, വാങ്ങിച്ചില്ല, എന്തെങ്കിലും കാരണം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അവരോട് ദേഷ്യപ്പെട്ടിറങ്ങുകയല്ല വേണ്ടത്, അവരെ ഒരു ശത്രുവായിട്ട് കാണുകയല്ല വേണ്ടത്. അവരെ മിത്രമായിട്ട് കണ്ട് നല്ല തരത്തിൽ അവരോട് പറഞ്ഞു, അടുത്ത തവണ വരുമ്പോഴേക്കും വരാൻ ചേച്ചി, അല്ലെങ്കിൽ ചേട്ടാ നോക്കണം,
നമുക്ക് ആ ഒരു തരത്തിലൊരു ബന്ധമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഇത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ ഈ മാറ്റം വരുത്തും. അതാണ് നമ്മൾ പറഞ്ഞ പാരിഷത്വികത എന്ന് പറയുന്നത്. പരസ്പരം ഇടപഴകുമ്പോൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ഊട്ടി ഉണർത്താം, എത്ര ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. കലാജാഥ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കലാജാഥ അന്ന് 80-ൽ തുടങ്ങിയ കലാജാഥ അവസാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് വെച്ചാണ് ആളുകളെ പരിചയപ്പെടുത്തുന്നത്. അന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആരാ? കുളനട വാസു ജോലി എന്താണെന്നറിയാം? അടുപ്പുണ്ടാക്കുക. ഇപ്പുറത്തെ VK ശശിധരൻ, അദ്ദേഹം മെക്കാനിക്കൽ പ്രൊഫസറാണ്. ഈ ഒരു തരത്തിൽ KR തങ്കപ്പൻ, അയാൾ ഡോക്ടറാണ്. ഇവരെല്ലാം കൈലി കൊടുത്ത് തലപ്പാൽ കെട്ടി നിൽക്കുകയാണ്. ആളുകൾക്ക് അതിശയത്തോട് നോക്കിയിട്ടുണ്ട്. ഇവരെല്ലാം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരാണ്. അവരുടെ സ്ഥാനമല്ല അവരാരാണെന്നുള്ളത് മറന്നിട്ടാണ്. അവര് സമൂഹത്തിൽ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ വേണ്ടി, ആ പ്രവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നവരാണ്. അവിടെ നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഗുണഗണങ്ങൾ നമ്മുടെ വ്യക്തികളിൽ, നമ്മുടെ പ്രവർത്തകരിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം വളരെ ശക്തമായി തുടങ്ങി. അത് തുടങ്ങുന്നത് ഈ 75-ലെ ക്യാമ്പിന് ശേഷം. ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ വേറെയും ഉദാഹരണം പറയാം. ആ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പരസ്പരം ഈ ഇനിഷ്യൽസ് വെച്ച് അഡ്രസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. ഡോക്ടർ MP പരമേശ്വരനെ MP എന്ന് വിളിക്കൂ, VK ശശിധരനെ VKS എന്ന് പറയാറുള്ളൂ. നിങ്ങൾ ഏത് നോക്കിക്കോണം, KRJ എന്ന് പറയും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇനിഷ്യൽസ് കൊണ്ട് ആളുകൾ അഡ്രസ് ചെയ്യുന്ന വേറൊരു സംഘടന പരിഷത്ത് പോലും ഇല്ല. അത് അടുപ്പം കൊണ്ടാണ്. അത് MKP എന്ന് പറയുമ്പോൾ അദ്ദേഹം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു. ഈ വിളിക്കുന്ന ആളെന്ന് അറിയണമെന്നില്ല. MKP ഒന്ന് വരണം എന്ന് പറയും. നിങ്ങൾക്കറിയാം, ഇവിടെ മുണ്ടൂർ ജാഥ നടത്തിയുന്ന അവസരത്തിൽ അന്ന് വിറവ് കീറാൻ, കോടാലി എടുത്ത് കീറാൻ കഴിയുന്ന ആളുകൾ ഒരാൾ MKP ആയിരുന്നു. ബാക്കി വന്ന പലർക്കും കോടാലി കാലിൽ കൊള്ളുന്നതാണ്. രാത്രി എന്നവിടെ കൂടുന്ന ആളുകൾക്ക് കപ്പ പുഴുങ്ങി കഴിക്കാൻ വിറക് കൂട്ടിയിട്ടുണ്ട്, കോടാലിയുണ്ട്, അടുപ്പമുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം. ആരാ ചെയ്തത്? അദ്ദേഹമാണ്, MKP ആണ് ചെയ്തത്. നൗ ഹി ഈസ് നോ മോർ. ഞാൻ പറയായിരുന്നു, MKP ആ കോടാലി എടുത്ത് വെട്ടുന്ന അവസരത്തിൽ ആളുകൾ ഞാൻ അന്തം വിട്ട് നോക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കൊച്ചിലെ വെട്ടി തുടങ്ങിയാൽ മോനെ, കുഴപ്പമില്ല, നിങ്ങൾക്കും വെട്ടാം. ഈ ഒരു തരത്തിൽ നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ പ്രവർത്തനത്തിനകത്ത് നമ്മളെല്ലാം പരിഷത്ത് കുടുംബത്തിലെ അംഗങ്ങളാണെന്ന ബോധ്യം വരത്തക്ക തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പ്രവർത്തനം വാസ്തവത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. നിങ്ങൾക്ക് അതിന് ഉപോത്ബലമായിട്ട് ഒരുപാടുണ്ടായിരുന്നു. ഒരു കാലത്ത് മേഖലാ മീറ്റിംഗ് നടത്തുന്ന എവിടെ വെച്ചാണെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചായിരിക്കും, ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചായിരിക്കും, സൗകര്യമുള്ളൊരു വീട്ടിൽ, മുറ്റത്ത് കൂടിയിരുന്നു. അത് അവിടെ 11 മണിയാകുമ്പോൾ കപ്പ പുഴുങ്ങി തരും ചിലപ്പോൾ, അല്ലെങ്കിൽ ചക്കച്ചുള തരും, അല്ലെങ്കിൽ കുറച്ച് കഞ്ഞി തരും. ഇതൊക്കെ കുടിച്ചിട്ട് ആ മീറ്റിംഗ് അവിടെ കഴിയുമ്പോൾ സംഘടനയ്ക്ക് ഒരു ചെലവുമില്ല. ആ വീടുമായിട്ട് നമ്മളൊരു ബന്ധമുണ്ടായി. അവര് പരിഷത്തുകാരാണ്. പിന്നെ അവർ അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ള എത്രയോ കേസുകളുണ്ട്. അന്നൊക്കെ യൂണിറ്റ് മീറ്റിംഗ്, മേഖലാ മീറ്റിംഗ്, ജില്ലാ മീറ്റിങ്ങിൽ പോവില്ല. ഇതെല്ലാം ആളുകളുമായിട്ട്, കുടുംബങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ വളരെയധികം ശ്രമിച്ചു. അന്നൊക്കെ നമ്മൾ പരിഷത്തിനകത്ത് ഏത് സംഘടനാ വിദ്യാഭ്യാസ ക്ലാസ്സുകളും നമ്മൾ പറയുന്നത്, പരിഷത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ നമ്മുടെ പ്രവർത്തനത്തിലാണ് ആകർഷണം ഉണ്ടായത്. എന്താണ്? നമ്മുടെ വിനയം, നമ്മുടെ സ്നേഹത്തോടെയുള്ള സമീപനം, ധനത്തിനെപ്പറ്റി മോഹമില്ലായ്മ, സാമൂഹ്യ പ്രതിബദ്ധത, സമയനിഷ്ഠ. ഞാൻ ഒന്നുകൂടെ അടിവരായിട്ട് പറയട്ടെ, സമയനിഷ്ഠ നമ്മുടെ ഒരു ക്വാളിറ്റിയായിരുന്നു. ആലപ്പുഴയിൽ സംസ്ഥാന വാർഷികം നടക്കുന്ന അവസരത്തിൽ ഞാൻ അതിന് സാക്ഷിയായതുകൊണ്ട് പറയാം. വാർഷിക സമ്മേളനം നടക്കുന്നത് ആലപ്പുഴ വെച്ചാണ്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി PK വാസുദേവനായിരുന്നു. അദ്ദേഹത്തെ പോയി ക്ഷണിച്ചു. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര മണിക്കാണ് വെച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു 10 മണിക്ക് തുടങ്ങും. 11-നെങ്കിലും തുടങ്ങുമോ? അദ്ദേഹം ചോദിച്ചാണ്. ഇല്ല സർ, 10 മണിക്ക് തന്നെ ഞങ്ങൾ തുടങ്ങും എന്ന് പറഞ്ഞു. ആ വരാം എന്ന് പറഞ്ഞു പോന്നു. ഞങ്ങൾ തിരിച്ചു വന്നു. ഇതിൻ്റെ ഒരുക്കമൊക്കെ നടത്തി 9:50 വരെ നോക്കി. 55 മുഖ്യമന്ത്രി വന്നിട്ടില്ല. 10 മണിക്ക് അവിടെ ഉണ്ടായിരുന്ന പിള്ളച്ചേട്ടൻ എന്ന് പറയുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരാളാണ്. അദ്ദേഹത്തെ വിളിച്ച് മൈക്കിൻ്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. പിള്ളച്ചേട്ടൻ അവിടെ കയറി നിന്ന് വളരെ ആവേശത്തോടുകൂടി മുഖ്യമന്ത്രി വരാത്തതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ആളുകൾ കൈയടിച്ചു. അദ്ദേഹം ഇറങ്ങിപ്പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് വായന തുടങ്ങി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ നടക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു, സാറ് വരാൻ താമസമുണ്ട്, ഉദ്ഘാടനം നടത്തി, അവിടെ ജനറൽ സെക്രട്ടറി വായിക്കാം, പക്ഷെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടേ പോകാവുന്നതാണ്. അദ്ദേഹം വന്നു. ഞാൻ ഇന്ന് മറന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം അവിടെ വന്നിരുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറി നിർത്തണമെന്ന് ചോദിച്ചു. വേണ്ട, മുഴുവൻ വായിക്കാൻ പറഞ്ഞു. അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം
ഉദ്ഘാടനത്തിൽ സംസാരിക്കാൻ വെച്ചു. ആദ്യം അദ്ദേഹം ചെയ്തത് ഓപ്പൺ അപ്പോളജി. അവിടെ കൂടിയിരുന്ന മുഴുവൻ അംഗങ്ങളുടെയും മുമ്പിൽ ഞാൻ ക്ഷമ പറയുകയാണെന്നൊരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പാർട്ടി പോലും ഈ കാര്യത്തിൽ ഒരു നിഷ്കർഷയില്ലാത്ത, ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്തിനകത്ത് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടല്ലോ എന്ന് എനിക്കറിഞ്ഞപ്പോൾ ആ അഭിമാനം ഞാൻ ഇവിടെ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇതൊരു മുഖ്യമന്ത്രി പറയാൻ ഇടകൊടുത്ത തരത്തിലുള്ള സമയനിഷ്ഠ പാലിച്ചിരുന്ന സംഘടനയാണ് പരിഷത്ത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഇന്നെങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും 2-ാം ചൊവ്വാഴ്ച 5 മണിക്ക് പരിഷത്ത് എവിടെ ഉണ്ടോ അവിടുത്തെ പ്രവർത്തകരെല്ലാം കൂടെ കൂടിയിരിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പോലെ 5 പേര് കൂടിയിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം 5 മണിക്ക് നോക്കിയാൽ മതി. 5 മണിക്ക് കൂടിയിരിക്കുന്നത് അവിടെ പരിഷത്തുണ്ട്, അവിടെ കയറാം. ഇത് പരിഷത്തിന്റെ യൂണിറ്റാണ് തന്നെ എന്ന് പറയും. അതായത് ആ കൃത്യത പാലിക്കാൻ നമുക്ക് നമ്മളെ ശീലിപ്പിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജീവിതമാണ്. ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം കൃത്യത പാലിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പലരും പറയാം, അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർ പാലിക്കുന്നില്ല, അദ്ദേഹം പാലിക്കുന്നുണ്ട്. കാരണം സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. സംഘടനാപരമായിട്ട് നമ്മൾ ആ ഒരു ചിട്ട കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഒരു പ്രവർത്തന ശൈലി, അത് ഞാൻ ഈ പറഞ്ഞ പാരിഷത്തികതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമൂഹത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ തിരിഞ്ഞു നിൽക്കുന്നതല്ല, സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് നമുക്കതിൽ ഇടപെടുന്നതിലാണ്. ആ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ പ്രവർത്തിക്കുകയാണ്. പരിഷത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്കതിനകത്ത് ഒരുപാട് സംഭാവന ചെയ്യാനുണ്ടാകും. അതിന് ശാസ്ത്രബോധം നൽകാൻ കഴിയും, തിരിച്ചുവിടേണ്ട ആണെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെ അനവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് 1975 ആ ക്യാമ്പിന് ശേഷം, 1-ാം പ്രവർത്തക ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം സംഘടനയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ചില ചിട്ടകൾ വരാൻ തുടങ്ങി. ഇത് പരിഷത്തിന്റെ വളർച്ചയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഓരോ രംഗത്തും, ഞാൻ രംഗത്തെ പ്രവർത്തനങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. അതിൽ പാരിസ്ഥിതിക രംഗത്തെ പറ്റി പ്രത്യേകിച്ച് പറയാൻ കാരണം, ലോകമെമ്പാടും നമ്മളെ പ്രസ്ഥാനത്തെ അറിയപ്പെട്ടത് ഈ സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെടുകയാണ്. കാരണം സൈലന്റ് വാലി ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആണെന്നുള്ളത് ലോകത്തെമ്പാടും ചർച്ച നടക്കുന്ന അവസരത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പേര് മാറ്റിവെച്ചിട്ട് പറയാൻ കഴിയില്ല. ലോകത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ KSSP's റെഫേർഡ് അവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം പാരിസ്ഥിതികമായിട്ട് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്ന സൈലന്റ് വാലി സംരക്ഷണത്തെ പറ്റി നമ്മൾ അന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയി ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു, പല ഭീഷണികൾ നേരിടേണ്ടി വന്നു. അതിലൊന്നും വകവയ്ക്കാതെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നീടാണ് വിദ്യാഭ്യാസ രംഗത്തെ കടന്നത്. മലപ്പുറം സംസ്ഥാന വാർഷികം നടക്കുന്ന അവസരത്തിലാണ് വിദ്യാഭ്യാസ രംഗത്തെ ആദ്യമായിട്ട് ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായിട്ട് പരിഷത്ത് നോക്കിക്കാണുന്നത്. അതിൽ വിദ്യാഭ്യാസ രേഖ ഉണ്ടാക്കി, പിന്നീട് അതിൻ്റെ അടിത്തറ വ്യാപിച്ചു കൊണ്ടുവന്നു. ആ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനം പിന്നീട് വന്ന എല്ലാ പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധമുണ്ട്. വികസനത്തെപ്പറ്റി, വികേന്ദ്രീകരണത്തെപ്പറ്റി, അങ്ങനെ പരിഷത്ത് ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്രയും കാലം 1980 ശേഷം നമുക്ക് പരിഷത്ത് ഏറ്റെടുത്തിട്ടുള്ള ഓരോ പ്രവർത്തനത്തെപ്പറ്റി എത്രയോ പുസ്തകങ്ങൾ തന്നെ എഴുതി വന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പാരിഷത്തികത എന്ന് പറയുന്ന പ്രവർത്തന സംസ്കാരമാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ആ പ്രവർത്തന സംസ്കാരം നമ്മുടെ പ്രവർത്തകർ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ട്രഷറർമാരായിട്ട് ഇരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്, മേഖലാ ട്രഷറർമാരാണ് എല്ലാവരും. നിങ്ങൾക്കൊരു വലിയ കടമയുണ്ട്. കാരണം ഒരു മേഖലയിലുള്ള പ്രവർത്തകരെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പ്രവർത്തനം നടത്തേണ്ടത് നമ്മളാണ്. ജില്ലാ മേഖലാ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ വരുന്ന അവസരത്തിൽ പലപ്പോഴും തെറ്റാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അവിടെ തെറ്റുക അല്ല വേണ്ട. അവിടെ വേണ്ടത് നയപരമായിട്ട് സ്നേഹത്തോടുകൂടി അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൃത്യമായിട്ട് അവരുടെ ആ കണക്കുകൾ ഉണ്ടാക്കാൻ ഉള്ള ശ്രമം നടത്തണം. അതിന് ഓരോ മേഖലയിലും പ്രവർത്തകരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ മേഖലാ ട്രഷറർമാർക്ക് ഒരു കടമയുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനും സംസ്ഥാന ട്രഷറായിരുന്നു, ജില്ലാ ട്രഷറായിട്ടുണ്ട്, മേഖലാ ട്രഷറുമായിട്ടുണ്ട്. ആ ട്രഷറായിരിക്കുന്ന അവസരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓരോ പ്രവർത്തകയെയും എങ്ങനെയാണ് നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. ഇതിൻ്റെ സാമ്പത്തികമായിട്ട് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം, യാതൊരു ഇൻകവും ഇല്ലാതിരുന്ന കാലത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തിച്ചു. ഇപ്പം ഇൻകം വന്നു തുടങ്ങി. പക്ഷേ ആ വരുന്ന ഇൻകവും എക്സ്പെൻഡിച്ചറും, അതിൻ്റെ വരവ് ചെലവുകൾ, അതിൻ്റെ ട്രാൻസാക്ഷൻസ്,
വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നമ്മുടെ പ്രവർത്തകരുടെ മുമ്പിൽ വയ്ക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ഈ സത്യസന്ധതയും കൃത്യതയും എന്ന് പറയുന്നത് പാരിഷത്തികയുടെ ഭാഗം തന്നെയാണ്. ആ പാരിഷത്തികതയിൽ ഇതെല്ലാം പെടുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ ചോദിക്കുന്ന ഒരു കണക്ക് ചോദിച്ചാൽ ആ കണക്ക് വളരെ കൃത്യമായിട്ട് അവരോട് പറയാൻ കഴിയണം. നമുക്കറിയാം, എത്രയോ സംഘടനകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സാമ്പത്തിക തിരിമറി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ തട്ടിപ്പ് കൊണ്ട് മാത്രം, അതല്ലെങ്കിൽ സാമ്പത്തിക ഇടപെടൽ കൊണ്ട് മാത്രം സംഘടന തകർന്നു പോയിട്ടുള്ള സംഘടനകളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ NGOs എന്ന് പറയുന്നല്ലോ, ഇന്ത്യയിലാകെ 12,000-ൽ പരം NGOs ഉണ്ട്. ആ NGOസിന്റെ നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാസാമാസം കിട്ടുന്ന ശമ്പളവും ആ പൈസയും മാത്രമാണ്. അതിൻ്റെ പേരിൽ തന്നെ തർക്കവിതർക്കങ്ങൾ നടത്തിയ ഒരുപാട് ആളുകളുണ്ട്, സംഘടന പൊളിഞ്ഞു പോയതുണ്ട്. നേരെ മറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്, ഇന്ന് ഈ 70,000-ഓളം അംഗങ്ങൾ ഉള്ളപ്പോൾ പരസ്പരം അറിയുകയും പരസ്പരം ബന്ധപ്പെടുകയും അത് വളരെ സത്യസന്ധമായി ട്രാൻസാക്ഷൻസ് നടത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പുസ്തകം വാങ്ങുക, കൊടുക്കുക, ഇതെന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ. ഇന്നിപ്പോൾ IRTC-യുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻസ് വരും, PPC-യുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്. ഇന്ന് പഴയതുപോലെ അല്ല. ഓരോ മേഖലയിലും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലും ഓരോ ജില്ലയിലും ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം കൊടുക്കേണ്ടതും ലീഡർഷിപ്പ് കൊടുക്കേണ്ടതും ഒക്കെ നമ്മുടെ മേഖലാ ട്രഷറർമാർ തന്നെയാണ്. അതുകൊണ്ട് ഒന്ന്, ആ മേഖലയിലുള്ള പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആണെന്നുള്ള ബോധ്യം അവരുണ്ടാകാൻ, അവരിൽ പാരിഷത്യ വളർത്തിയെടുക്കാൻ, ആ പാരിഷത്യ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ചില കൃത്യനിഷ്ഠയും സത്യസന്ധമായിട്ടുള്ള സമീപനങ്ങളുമൊക്കെ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അത് അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സാമ്പത്തിക ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ എളുപ്പമാകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പഴയതുപോലല്ല, ട്രാൻസാക്ഷൻസ് വളരെയധികം കൂടിക്കഴിഞ്ഞു. 3,000-ൽ പരം രൂപ മാത്രം ഉണ്ടായിരുന്ന വരവുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 3 കോടിയിൽ പരമാണ് സംഘടനയ്ക്ക് വരുന്നത്. 13ാം വാർഷികം വരെ നമ്മുടെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു കണക്കെഴുതിക്കൊണ്ടിരുന്നത്. 13ാം വാർഷികത്തിലാണ് പ്രൊഫസർ CJ ശിവശങ്കരൻ, അദ്ദേഹം കോളേജ് പ്രൊഫസറായിരുന്നു, അദ്ദേഹം സംഘടനയെ ചേർന്ന് 6 മാസമായില്ല, അതിനു മുമ്പ് 13ാമത്തെ വാർഷികത്തിൽ അദ്ദേഹത്തെ ട്രഷററാക്കുകയാണ് ചെയ്തത്. അത് CG ശാന്തകുമാറാണ് ചെയ്തത്. അന്നൊക്കെ ഇവിടെ നമുക്ക് അറിയാം, ഇന്ന് വരെ നമ്മുടെ തെരഞ്ഞെടുപ്പിലോ ഈ ഭാരവാഹിത്വം വഹിക്കുന്നതിലോ ഒരു തർക്കമുണ്ടായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇലക്ഷൻ നടത്താറില്ല. നമ്മൾ ഒരു പാനൽ അവതരിപ്പിക്കുന്നു, കൈയടിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പാരിഷത്വത്തിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ സ്ഥാനമാനങ്ങൾക്കൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ സംസ്ഥാന വാർഷികം നടക്കുന്ന അവസരത്തിൽ ക്യൂ നിൽക്കുന്ന അവസരത്തിൽ നോക്കിക്കോണം, അവിടെ പ്രസിഡന്റോ സെക്രട്ടറിയോ നിൽക്കുന്ന ആരും അറിയില്ലല്ലോ, എല്ലാവരും ക്യൂവിലാണ്. കാരണം ആ തരത്തിൽ സമാന മനസ്കയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി ഒരു കുടുംബ ബന്ധം പുലർത്തിയെടുത്ത് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ശാസ്ത്രബോധം ജനങ്ങളിൽ എത്തിക്കാനുള്ള ആ ലക്ഷ്യം നിറവേറ്റാൻ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം. അതിനുവേണ്ടി ബോധപൂർവം നമ്മുടെ തരത്തിലുള്ള പ്രവർത്തനം നടത്തണം. ഇപ്പോൾ ഇവിടെ കണക്കെഴുതുന്നതും കണക്കിൻ്റെ ട്രാൻസാക്ഷനെ പറ്റിയൊക്കെ ഇവിടെ സാങ്കേതികമായിട്ട് അറിയുന്ന ആളുകൾ തന്നെ നിങ്ങൾ പറയും. ഇത് ആമുഖമായിട്ട് ഇത് പറയാൻ കാരണം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ വില വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ നമുക്ക് തന്നെത്താനെ നമുക്ക് തോന്നണം. നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. ആ സമൂഹം നടത്തുന്ന ആ പ്രവർത്തനം സത്യസന്ധമായും വളരെ കൃത്യമായും നടത്തിക്കൊണ്ടു പോകാൻ ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ മുഴുവൻ ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അത് എല്ലായ്പ്പോഴും അത് കരുതിക്കൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താൻ. പലപ്പോഴും പല ആളുകളും, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, പല ആളുകളും ഈ സ്ഥാനം, ട്രഷറുടെ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു ഉപേക്ഷ വിചാരിക്കുന്നത് കാണാം. കണക്കെഴുതുന്നത് എപ്പോഴെങ്കിലും എഴുതും, ഏതെങ്കിലും ഒരു മാസം അവസാനമായിരിക്കും ചിലപ്പോൾ എഴുതുക. അങ്ങനെയല്ല, ഇത് ദിവസം ഓരോ ദിവസവും നമ്മൾ അതിനെ ഫോളോ ചെയ്യാനും അത് കൊണ്ടുപോകാനും നമുക്ക് കഴിയേണ്ടത്. തെറ്റുകുറ്റങ്ങളുണ്ടായാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മാർഗമാണ്. അവിടെയൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ആത്മബന്ധം. എന്തെങ്കിലും അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റുപറ്റിയാൽ അത് കറക്റ്റ് ചെയ്യാൻ മാർഗങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസ്ഥാനത്തിന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇന്ത്യക്കകത്ത് ഒരു പ്രസ്ഥാനമായി മാറിയത് ഈ ലക്ഷ്യം, ശാസ്ത്രബോധം ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഫലമാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഉദാഹരണം വെച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റിന്
വഴി കൊടുത്തത്. ഇന്ന് മറ്റ് പല സംസ്ഥാനങ്ങളിലും വേണ്ട തരത്തിലും മുമ്പോട്ട് പോകുന്നില്ല. സത്യമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, ആന്ധ്രയിലില്ല. എവിടെ പോയി കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ ഈ തരത്തിൽ ആൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ ഇന്റർവ്യൂവിന് വന്ന ഒരാൾ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം കൊണ്ടുപോകാൻ ഒരാളിനെ വിളിച്ചു. അയാൾ കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹം വന്നപ്പോൾ ചോദിച്ചത് എനിക്ക് എന്ത് കിട്ടുമെന്നാണ്. അദ്ദേഹത്തിന്റെ താല്പര്യം അതാണ്. കാരണം അവിടുത്തെ സിസ്റ്റം അതാണ്. ഞാൻ 1 മാസം ഇവിടെ പ്രവർത്തിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്നായിരുന്നു. അപ്പോൾ കിട്ടുന്ന കൂടുതലാണെങ്കിൽ ഡെപ്യൂട്ടേഷൻ ആണെങ്കിലും വരാമെന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യം അതേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഒരു കാലഘട്ടത്തിലും നമ്മുടെ പ്രവർത്തകരായിട്ട് വരുന്ന ആളുകൾക്ക് ആ ഒരു ബോധത്തിലല്ല വരുന്നത്. ഞാൻ ഇന്നും ഓർമ്മിക്കുന്ന ഒരു കേസുണ്ട്. എറണാകുളത്ത് മഹാരാജാസ് കോളേജ് വെച്ച് നമ്മുടെ വാർഷികം നടക്കുക. വാർഷികം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ 2 പുതിയ ആളുകൾ, 2 പേരും കോളേജ് ലെക്ചറേഴ്സാണ്, ബാഗൊക്കെ ആയിട്ട് അവർ വന്നത് 7:30 മണിയായി വൈകുന്നേരം. അപ്പോൾ അന്നത്തെ സെഷനൊക്കെ നടക്കുന്നതേ ഉള്ളൂ. വന്നപ്പോൾ അവർ ചോദിച്ചു, അന്നത്തെ ട്രഷറാണ് ഞാൻ, എന്നോട് ചോദിച്ചു ഇത് ആഹാരം എപ്പോഴാണെന്ന് ചോദിച്ചു. വൈകുന്നേരത്താണ്. അത് ആഹാരം നല്ല ഡിന്നർ എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളായിരുന്നു ആ സമയത്ത്. കുറച്ച് സമയം കഴിയും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോൾ അവിടെ നമ്മളൊരു പ്രവർത്തനം കൂടെ അയച്ചു, ഒന്ന് നോക്കാൻ പറഞ്ഞു ഇവരെവിടെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത സ്ഥലത്ത് പോയി അവർ ബിരിയാണി കഴിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവർ കിടക്കണം. എവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. അവിടെയും ബുക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഹാളുകളിലെ ബെഞ്ചാണല്ലോ അന്നുള്ളത്. ഒരു മാർഗവുമില്ല. വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചു, വരാൻ പറഞ്ഞു. ആ ഹിസ്റ്ററി അവിടെ ഒരു ഷെഡുണ്ട്, അതിനകത്തൊരു ബെഞ്ചിൽ ഒരാൾ വളഞ്ഞു കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഈ കിടക്കുന്ന ആളിനെ അറിയാമോ? അറിയില്ല. ഞാൻ പറഞ്ഞു, ഇത് ഡോക്ടർ MB പരമേശ്വരനാണ്. അദ്ദേഹം ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ബാർക്കിൽ ഡയറക്റ്റായിരുന്ന ആളാണ്. ഇപ്പം നമ്മുടെ പരിഷത്തിൻ്റെ പ്രവർത്തനമാണ്. അദ്ദേഹത്തിന് പനിയായതുകൊണ്ട് വന്ന് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഇവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാം, 10 മണി കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കണ്ടംറ്റോട് കൂടിയാണ്, വളരെ കണ്ടംറ്റോട് കൂടി അവരവിടെ നിന്നു. പക്ഷേ ഇന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാം, അവർ അതിനുശേഷം അടുത്ത വർഷം വന്നപ്പോൾ സഞ്ചി തൂക്കി സാധാരണ പ്രവർത്തകരെ പോലെ വരികയും അവർക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ചില ചിന്തകളുണ്ട്. ആ ചിന്തകളെ മാറ്റിയെടുത്ത് പരിഷത്തിൻ്റെ ശൈലിയിലേക്ക് അവരെ കൊണ്ടുവരാനും ആ തരത്തിലുള്ള പ്രവർത്തനം കൂട്ടായ പ്രവർത്തനമാണ്. നമ്മുടെ ആരുടെയും കഴിവ് പ്രകടിപ്പിക്കാനോ ഉള്ളതല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ആളുകളാണ് ട്രഷറർമാർ. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം വളരെ ശക്തമായിട്ട് ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.